നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. നടപടിയിലെ നീതികേട്. കുട്ടിമാക്കോൽ സംഭവത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഞ്ജന CPM പ്രവർത്തകർക്കെതിരെ മൊഴി നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് ജയിലിൽ പോകേണ്ടി വന്നതിലെ മാനസിക സംഘർഷം. മൊഴിയെടുപ്പ് കമ്മീഷൻ ചെയർമാൻ PN വിജയകുമാറിന്റെ നേതൃത്വത്തിൽ. കേസിൽ കേന്ദ്ര പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ഗിരിജയും ആശുപത്രിയിലെത്തി യുവതിയെ സന്ദർശിച്ചു. എല്ലാം പ്രാഥമികമായി ബോധ്യപ്പെട്ടെന്നും റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും പ്രതികരണം. അതേസമയം യുവതികളെ ജയിലിലടച്ച സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് കണ്ണൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. കുട്ടിമാക്കോൽ സംഭവത്തിൽ പിണറായി വിജയന്റെ നിലപാട് ക്രൂരവും ആപത്കരവുമെന്ന് VM സുധീരൻ. മുഖ്യമന്ത്രി ഗൗരവം കാണിക്കാത്തത് ആശ്ചര്യകരമെന്ന് രമേശ് ചെന്നിത്തല. കള്ളക്കേസിൽ അമ്മയെയും കുഞ്ഞിനെയും ജയിലിൽ അടച്ചത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമെന്ന് ഉമ്മൻചാണ്ടി. അമിയുൾ കസ്റ്റഡിയിൽ. പെരുമ്പാവൂർ കൊലക്കേസ് പ്രതി അമിയുൾ ഇസ്ലാം പോലീസ് കസ്റ്റഡിയിൽ. വ്യക്തമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വേണമെന്ന അപേക്ഷയിൽ 10 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് വീട്ടിൽ പോകണമെന്ന അമിയുടെ മറുപടി. പ്രതിക്കെതിരെയുള്ള ജനരോഷം കണക്കിലെടുത്ത് തെളിവെടുപ്പ് നടക്കുക അതീവ സുരക്ഷയിൽ. ഇന്നലെ നടന്ന തിരിച്ചറിയൽ പരേഡിൽ പ്രതിയെ സമീപവാസി തിരിച്ചറിഞ്ഞിരുന്നു. കേസിൽ മുഖ്യ സാക്ഷികളായുള്ളത് ജിഷയുടെ അയൽവാസിയായ സ്ത്രീ ഉൾപ്പെടെ 6 പേർ. കുളിക്കടവിൽ വെച്ച് ജിഷയുടെ അമ്മ മർദ്ദിച്ചതിന്റെ പ്രതികാരമായാണ് കൊല നടത്തിയതെന്ന അമിയുടെ മൊഴി വ്യാജമാണെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. കൊല നടത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താനാകാത്തതും അന്വേഷണത്തിൽ പോലീസിനെ വലയ്ക്കുന്നുണ്ട്. ജീവനെടുത്ത വേഗത. കർണാടകയിൽ മംഗലാപുരത്ത് സ്കൂൾ വാനും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 8 കുട്ടികൾ മരിച്ചു. അപകടം ബിന്ദൂരിൽ നിന്ന് കുന്താപൂരിലേക്ക് വന്ന സ്വകാര്യ ബസും ഡോൺ ബോസോ സ്കൂളിലെ മാരുതി ഓമിനിയും കൂട്ടിയിടിച്ച്. മരിച്ചവരിൽ 5 പേർ പെൺകുട്ടികൾ, 12 പേർക്ക് പരിക്ക്. 2 കുട്ടികൾ സംഭവസ്ഥലത്തും 5 പേർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയുമാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ സംഭവസ്ഥലത്തുണ്ടായിരുന്ന യാത്രക്കാരും. ഗംഗോളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കൈവിടാതെ US. ഇന്ത്യയുടെ NSG പ്രവേശനത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്ക. ആണവ വിതരണ പട്ടികയിലുള്ള മറ്റു രാജ്യങ്ങളോട് ഇന്ത്യയെ പിന്തുണയ്ക്കാൻ ആഹ്വാനം. നടപടി 24-ന് സോളിൽ ചേരുന്ന പ്ലീനറി യോഗത്തിൽ ഇക്കാര്യം അജണ്ടയിലില്ലെന്ന ചൈനയുടെ നിലപാടിന് പിന്നാലെ. ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെക്കാത്ത രാജ്യങ്ങളെ NSGയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ചൈന വ്യക്തമാക്കിയത് ഇന്നലെ. ഇന്ത്യയുടെ പ്രവേശനം സംബന്ധിച്ച് അംഗങ്ങളിൽ ഭിന്നത നിലനിൽക്കുന്നുവെന്നും വിശദീകരണം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 5:30-ന്. നമസ്കാരം.